ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലാന്റോറിയം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെയും പോലെ ഇന്ന് നമ്മൾ എഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് 38+ വെറൈറ്റീസാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ കാണിക്കുന്നത് കൂടാതെ പിന്നെയും നമുക്ക് ഒത്തിരി വെറൈറ്റീസ് നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ കൂടുതൽ നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത പ്ലാന്റുകളും കൂടിയിട്ട്, അതും സീഡ്ലിങ്സ് തന്നെ, എഗ്ലോണിമയുടെ സീഡ്ലിങ്സ് നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 45+ വെറൈറ്റീസ് സീഡ്ലിങ്സ് അവൈലബിൾ ആണ്. നമ്മളത് മാക്സിമം 50ലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമത്തിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ 50 എത്തിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ വാട്സപ്പിൻ്റെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാര്യം ആ ഒരു ലിങ്കിലാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാത്ത വെറൈറ്റീസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാര്യം ഒത്തിരി കസ്റ്റമേഴ്സ് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഇനിയും വെറൈറ്റീസ് വേണം, അല്ലെങ്കിൽ കൂടുതൽ എത്രയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളുടെ കയ്യിൽ എത്രയും വെറൈറ്റീസ് ഉണ്ടോ അത്രയും വെറൈറ്റീസ് നമ്മൾ കാറ്റലോഗിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാര്യം ചില വെറൈറ്റീസൊക്കെ ക്വാണ്ടിറ്റി വളരെ ലിമിറ്റഡ് ആയിരിക്കും. ചിലപ്പോൾ ഒരു ബിലോ 20 പ്ലാന്റ്സ് ഒക്കെ ഉള്ളതൊന്നും തന്നെ നമ്മളങ്ങനെ വീഡിയോയിൽ കാണിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റീസും കൂടി നമ്മളുടെ കാറ്റലോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് ത്രൂ പ്ലാന്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാൻസ് ഒക്കെ സെയിൽ ചെയ്യാനായിട്ട് നമുക്കൊരു അടിപൊളി വാട്സപ്പ് ഗ്രൂപ്പ് കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഇന്നൊരു ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അത് ഒരു ആൾക്കല്ല 3 പേർക്കാണ് നമ്മൾ ഇന്ന് ഗിവ് അവേ ചെയ്യുന്നത്. ഗിവ് അവേയുടെ പ്രത്യേകത, അതുപോലെ ഗിവ് അവേയുടെ പ്ലാന്റ് സ്വന്തമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏത് പ്ലാന്റാണ് നിങ്ങൾക്ക് ഗിവ് അവേയിൽ നമ്മൾ തരാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ വീഡിയോയുടെ അവസാനമാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. ഒത്തിരി പ്ലാന്റുകൾ കാണിക്കുന്നുണ്ട്. നമ്മൾ പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ വീഡിയോ കൂടി പറയുന്നുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം കേട്ടോ. പ്ലാൻസ് എല്ലാം ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് നമ്പറിൽ കൂടി നിങ്ങൾ പ്ലാന്റുകൾ ഓർഡർ ചെയ്യുക. മാക്സിമം കോളുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റുകൾ ഡിസ്പാച്ച് ചെയ്യുന്നത് DTDC വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ്. ലാസ്റ്റ് വീക്ക് ഇവിടെ സ്പീഡ് പോസ്റ്റ് നമുക്ക് ഇവിടെ മാത്രമല്ല, ഓൾമോസ്റ്റ് കേരള ഒരുപാട് സ്ഥലങ്ങളിലെല്ലാം തന്നെ സ്പീഡ് പോസ്റ്റ് അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് എന്തോ സംതിങ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ഇവിടെയൊന്നും ബുക്കിംഗ് എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ സ്പീഡ് പോസ്റ്റ് കിട്ടാത്തവരുടെ നമ്മൾ ഈ വീക്കിൽ അടുത്ത മൺഡേ മുതൽ അയച്ചു തുടങ്ങുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മളുടെ പ്ലാന്റുകളെല്ലാം തന്നെ എഗ്ലോണിമ സീഡ്ലിങ്സ് ആണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. സീഡ്ലിംഗ് പ്ലാന്റിൻ്റെ എക്സാക്റ്റ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ട് തന്നെയാണ് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്ന സമയത്ത് പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം കൃത്യമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന 38 വെറൈറ്റി പ്ലാന്റുകളാണ്. 38 എക്സാക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല, 38 ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ 38 ഈ വെറൈറ്റി പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ വെറൈറ്റീസും സെപ്പറേറ്റ് പരിചയപ്പെടുത്താം. അതുപോലെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പ്ലാൻസ് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ റെഫറൻസും സൈഡിൽ കാണിച്ചു പോകുന്നുണ്ട്, പ്രൈസും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട് ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗ് ത്രൂ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ല അതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാനോ വാട്സപ്പിൽ കാറ്റലോഗ് ത്രൂ പർച്ചേസ് ചെയ്യാനോ ഒന്നും അറിയാത്ത ആളുകളാണെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് എനിക്ക് അതിൻ്റെ ഓരോന്നിൻ്റെ ID ജസ്റ്റ് വോയിസ് ആയിട്ട് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് നമ്മുടെ പ്ലാന്റ് ഗ്രീൻ ലിസയാണ്. 140 റുപ്പീസാണ് ഗ്രീൻ ലിസയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്ത വെറൈറ്റി വരുന്നത് നമ്മളുടെ പിങ്ക് ഗോൾഡ് സ്റ്റാറിൻ്റെ പ്ലാന്റാണ്. പിങ്ക് ഗോൾഡ് സ്റ്റാറിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 150 റുപ്പീസാണ്. അടുത്തൊരു വെറൈറ്റി വരുന്നത് യെല്ലോ ഡിലൈറ്റിൻ്റെ പ്ലാന്റാണ്. യെല്ലോ ഡിലൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 200 റുപ്പീസാണ് കേട്ടോ. 200 രൂപയാണ് യെല്ലോ ഡിലൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു ഇമ്പോർട്ടഡ് തായ് വെറൈറ്റിയാണ് സീഡ്ലിംഗ് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്തത് വരുന്നത് കൊച്ചിൻ സൂത്രയുടെ പ്ലാന്റാണ്. 300 റുപ്പീസാണ് കൊച്ചിൻ സൂത്രയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു വെറൈറ്റിയുടെയൊക്കെ മദർ പ്ലാന്റുകൾ നമുക്ക് അധികം അവൈലബിൾ അല്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു വെറൈറ്റിയും കൂടിയാണ്. അടുത്തത് വരുന്നത് റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 100 റുപ്പീസാണ് കേട്ടോ. 100 രൂപയാണ് നമ്മളുടെ റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത്.
ഈ ഒരു വെറൈറ്റിയൊക്കെ അധികം നല്ല കോമൺ ആയിട്ടുണ്ടായിരുന്ന വെറൈറ്റിയാണ്, പക്ഷേ ഇപ്പോൾ അധികം കാണാനില്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് വരുന്നത് പിങ്ക് ഡാൽമേഷ്യൻ്റെ ഒരു പ്ലാന്റാണ്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. കുങ്കും പ്ലാന്റിനോടൊക്കെ അത്യാവശ്യം സാമ്യമുള്ളൊരു വെറൈറ്റിയാണ് പിങ്ക് ഡാൽമേഷ്യൻ. 120 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി വരുന്നത് കൊച്ചിൻ എസ്കേഡയുടെ പ്ലാന്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്, റെയർ വെറൈറ്റിയാണ്. പ്രൈസ് വരുന്നത് 200 റുപ്പീസാണ്. സൂത്രയും കൊച്ചിൻ എസ്കേഡയും തമ്മിൽ ചെറിയൊരു കളർ സാമ്യമുണ്ട്, പക്ഷെ രണ്ടും രണ്ട് വെറൈറ്റിയാണ് കേട്ടോ. അടുത്തത് വരുന്നത് നമ്മളുടെ ബാർബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ്. ബാർബി പിങ്കിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. ജിഫിയിലാണ് ബാർബി പിങ്കിൻ്റെ പ്ലാന്റുകൾ നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത വെറൈറ്റി വരുന്നത് കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ്. അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് പോട്ടിലേക്കൊക്കെ വയ്ക്കുമ്പോൾ ഒരു മീഡിയം സൈസ് ഫീൽ ചെയ്യുന്ന പ്ലാന്റുകളാണ് നമ്മളുടെ കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റുകൾ. ഇപ്പോൾ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ, സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി വരുന്നത് ഒരു ടോപ്പ് റെയർ ബ്യൂട്ടിഫുൾ വെറൈറ്റിയാണ്, ജെയ്പോങ് ഓറഞ്ച്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 300 റുപ്പീസാണ്. അടുത്തൊരു വെറൈറ്റി വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. 120 റുപ്പീസാണ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫയർ റെഡിൻ്റെ പ്ലാന്റ് അല്ലെങ്കിൽ റിവർ റെഡിൻ്റെ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ഷെയ്ഡൊക്കെ കംപ്ലീറ്റ്ലി മാറി ഒരു യെല്ലോയും റെഡും കൂടിയിട്ടുള്ളൊരു മിക്സായിട്ട് വരും. അടുത്ത വെറൈറ്റി വരുന്നത് നമ്മുടെ 10 ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ്. 10 ക്യാരറ്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 120 റുപ്പീസ് തന്നെയാണ് 10 ക്യാരറ്റിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ. നന്നായിട്ട് റൂട്ടൊക്കെ നന്നായിട്ട് ഫോം ചെയ്തിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത്. അടുത്തൊരു വെറൈറ്റി വരുന്നത് ക്ലിയോപാട്രയുടെ പ്ലാന്റ് ആണ്. ക്ലിയോപാട്രയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും 120 റുപ്പീസ് തന്നെയാണ്. ബേബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. അടുത്തതായിട്ട് 120 റുപ്പീസ് തന്നെയാണ് ബേബി പിങ്കിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത്. നല്ല റൂട്ടൊക്കെ സെറ്റായിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് ബേബി പിങ്കിൻ്റെ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ സിർക്കോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ റെഡ് വെറൈറ്റീസിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ വെറൈറ്റിയാണ് കേട്ടോ നമ്മുടെ സിർക്കോൺ റെഡ് എന്ന് പറയുന്ന പ്ലാന്റ്. അടുത്തത് വരുന്നത് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. അത് റൂട്ടൊക്കെ നോക്കി എന്ത് ഹെൽത്തി ആണെന്ന് നോക്കി. നല്ല അടിപൊളിയായിട്ട് നല്ല ജിഫി ബാഗിൽ സെറ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റ് നമുക്ക് വന്നിട്ടുള്ളത്. അടുത്ത വെറൈറ്റി ജെയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. നന്നായിട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ജെയ്പോങ് റെഡിൻ്റെ പ്ലാന്റ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 130 റുപ്പീസ്, 130 രൂപയാണ്. ചില വെറൈറ്റീസ് ഞാൻ പറയുന്ന സമയത്ത് റേറ്റ് മിസ്സായി പോകുന്നുണ്ടാകും. അപ്പോൾ ഞാൻ സ്ക്രീനിൽ എന്തായാലും റേറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് കൊച്ചിൻ കിറ്റി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ്. 200 റുപ്പീസാണ് കൊച്ചിൻ കിറ്റി വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത്. റെയർ വെറൈറ്റിയാണ്. അടുത്തൊരു വെറൈറ്റി വരുന്നത് ബ്ലാക്ക് മെറൂണിൻ്റെ പ്ലാന്റ് ആണ്. 120 റുപ്പീസാണ്. ബ്ലാക്ക് മെറൂണിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, അധികം വലിപ്പം വെക്കാത്തൊരു ടൈപ്പ് പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാക്ക് മെറൂൺ എന്ന് പറയുന്നത്. അടുത്തത് നമ്മളുടെ തായ് റെഡിൻ്റെ പ്ലാന്റ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് തായ് റെഡ്. എല്ലാ ആളുകൾക്കും എല്ലാ കാലത്തും പ്രിയമായിട്ടുള്ളൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ തായ് റെഡ്. 130 റുപ്പീസ് തന്നെയാണ് പ്രൈസ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി വരുന്നത് മെർലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. മെർലിൻ്റെ പ്ലാന്റ് നമുക്ക് ഈ ഒരു സൈസിലാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. കുറച്ച് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ മെർലിൻ്റെ പ്ലാന്റുകൾ. അടുത്ത വെറൈറ്റി വരുന്നത് നമ്മുടെ ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ്. ചൈന റെഡിൻ്റെയും പ്ലാന്റ് നല്ല ഹെൽത്തിയാണ്. കളർ ആയി വരുന്നേ ഉള്ളൂ. 120 റുപ്പീസ് തന്നെയാണ് ചൈന റെഡിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്ത വെറൈറ്റി വരുന്നത് റോഡണ്ടൻ ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയാണ്. ഞാൻ എപ്പോഴത്തെ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ റോഡണ്ടൻ ടൈഗറിൻ്റെ പ്ലാന്റ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി നമ്മളുടെ ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ്. കളറായി വരുന്നേ ഉള്ളൂ. നല്ല കളറായി വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത്. പേര് പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് നമ്മളുടെ ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ്. അടുത്ത വെറൈറ്റി വരുന്നത് ലെമൺ, എഗ്ലോണിമ ലെമൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ നമുക്കിത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. പുതിയ സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വെറൈറ്റിയാണ് നമുക്ക് വന്നിട്ടുള്ളത്, എഗ്ലോണിമ ലെമൺ എന്ന് പറഞ്ഞിട്ട്. പ്രൈസ് 120 റുപ്പീസ് തന്നെയാണ് നമുക്ക് എഗ്ലോണിമ ലെമണിൻ്റെയും പ്രൈസ് വരുന്നത്. അടുത്തത് പിങ്ക് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ്. പിങ്ക് വാലന്റൈൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസും 120 റുപ്പീസ് തന്നെയാണ് കേട്ടോ നമുക്ക് വന്നിട്ടുള്ളത്. അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളുടെ ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ട്രൈ കളറിൻ്റെ പ്ലാന്റ് വളരെ
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നന്നായിട്ട് ആ കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റാണ്. 130 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. യൂണിക്കോൺ ആണ് അടുത്തത് വരുന്നത്. യൂണിക്കോണിൻ്റെ പ്ലാന്റുകൾ വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. 180 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചുമാൻ വൈറ്റിൻ്റെ പ്ലാന്റ് അല്ലെങ്കിൽ മിൽക്കി വൈറ്റ്, ബ്യൂട്ടി വൈറ്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. 70 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അടുത്തത് നമ്മുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് റെഡ് ക്യാബേജ്. 200 റുപ്പീസാണ് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ്. അതുപോലെ തന്നെ ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റുകൾ അവൈലബിൾ ആണ്. 250 റുപ്പീസാണ് ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അടുത്തത് കുറച്ച് നമ്മൾ പുതിയ വെറൈറ്റീസാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ വരുന്നത് റെഡ് ആപ്പിളിൻ്റെ പ്ലാന്റ് ആണ്. റെഡ് ആപ്പിൾ വളരെ പുതിയൊരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ റെയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയും കൂടിയാണ്. തായ് ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ്. അതിൻ്റെ ഒരു സീഡ്ലിംഗ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതാണ് സൈസ് വരുന്നത്. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ. പ്ലാന്റിന് സൈസ് ചെറുതാണ് എങ്കിൽ പോലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ റെഫറൻസ് സൈഡിൽ കൊടുക്കാം. നല്ല ഒരു എന്താ പറയുക, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ റെഡ് ആപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മദർ പ്ലാന്റിനൊക്കെ ഇപ്പോഴും നല്ല ഡിമാൻഡ് ഉണ്ട്. അതുപോലെ അധികമൊന്നും നമുക്ക് ഇവിടെ നമ്മളുടെ കേരള മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ റെഡ് ആപ്പിളിൻ്റെയൊക്കെ മദർ പ്ലാന്റുകളൊക്കെ തന്നെ കിട്ടാൻ അത്രയും അവൈലബിലിറ്റി ഇല്ലാത്തൊരു വെറൈറ്റിയാണ് നമ്മുടെ റെഡ് ആപ്പിളിൻ്റെ പ്ലാന്റ്. അടുത്തത് വരുന്നത് റെഡ് വിദുരീൻ്റെ പ്ലാന്റാണ്. വിദുരിയുടെയൊക്കെ കുറച്ച് വലിയ പ്ലാന്റുകളൊക്കെ നമ്മളെപ്പോഴും സെയിൽ ചെയ്യാറുണ്ട്. എങ്കിൽ പോലും നമുക്ക് സീഡ്ലിംഗ് പ്ലാന്റുകൾ നമുക്ക് കിട്ടാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമുക്ക് വിദുരിയുടെ സീഡ്ലിംഗ് വന്നിട്ടുള്ളത്. പ്രൈസ് വരുന്നത് 120 റുപ്പീസാണ് കേട്ടോ. അടുത്ത വെറൈറ്റി വരുന്നത് പിങ്ക് ക്യാബേജ് ആണ് കേട്ടോ. പിങ്ക് ക്യാബേജിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ്. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേങ്കിലും സാധാരണ നമ്മൾക്ക് വരുന്ന സീഡ്ലിങ്ങുകളെ അപേക്ഷിച്ചിട്ട് സൈസ് കുറച്ച് കുറവാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. 180 റുപ്പീസാണ് പ്രൈസ് വരുന്നത്. അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ബ്ലാക്ക് മൂൺലൈറ്റിൻ്റെ പ്ലാന്റാണ്. 180 റുപ്പീസ് തന്നെയാണ് നമ്മുടെ ബ്ലാക്ക് മൂൺലൈറ്റിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസാണ് വരുന്നത്. 2 ലീഫ് 3 ലീഫൊക്കെയാണ് ഓരോ പ്ലാന്റിനും വന്നിട്ടുള്ളത്. പക്ഷേ റൂട്ടൊക്കെ വന്നിട്ട് നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മളുടെ വന്നിട്ടുള്ളത്. ഇനി ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നിയോൺ കൊച്ചിൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നമ്മളുടെ കൊച്ചിൻ സൂത്രയൊക്കെ പോലെ തന്നെയുള്ള വെറൈറ്റിയാണ്. പക്ഷേങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി ഡിമാൻഡ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. 3000 റുപ്പീസൊക്കെ തന്നെ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റിന് വരുന്നുണ്ട്. അപ്പോൾ ഈ വെറൈറ്റിയുടെയും പ്രൈസ് വരുന്നത് 180 റുപ്പീസ് തന്നെയാണ് കേട്ടോ. കളറ് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മളുടെ നിയോൺ കൊച്ചിൻ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നമ്മൾ ഇന്ന് സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സീഡ്ലിംഗ് സൈസ് വരുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്ലാന്റുകളും വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഒരു വെറൈറ്റിയും കൂടി കാണിക്കാനുണ്ടായിരുന്നു. ബട്ടർഫ്ലൈയുടെ പ്ലാന്റ്. ബട്ടർഫ്ലൈയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്ക് ബട്ടർഫ്ലൈ ആണ്. പ്രൈസ് വരുന്നത് 100 റുപ്പീസാണ് കേട്ടോ. പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 100 റുപ്പീസാണ്. അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് കേട്ടോ നമ്മൾ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തം എത്ര വെറൈറ്റീസാണെന്ന് വെച്ചാൽ നമുക്ക് 38 വെറൈറ്റീസാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻസ് എടുത്ത് വെക്കുന്ന സമയത്ത് പോലും ഇതൊന്നും എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം 38 വെറൈറ്റീസ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 38 വെറൈറ്റീസിൻ്റെയും കൂടി ടോട്ടൽ എമൗണ്ട് വരുന്നത് 5660 റുപ്പീസാണ്. പ്ലസ് 200 റുപ്പീസാണ് നമുക്ക് ലാസ്റ്റ് ടൈം നമ്മൾ 38 വെറൈറ്റി പ്ലാൻസ് കൊറിയർ ചെയ്ത സമയത്ത് കൊറിയർ എമൗണ്ട് വന്നത്. അങ്ങനെ ടോട്ടൽ എമൗണ്ട് വരുന്നത് 5860 റുപ്പീസാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ടോട്ടൽ 38 വെറൈറ്റീസ് ഇൻസൈഡ് കേരള നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു 38 വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് 5500 റുപ്പീസ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ്. ലാസ്റ്റ് ടൈം 5700 ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിരുന്നു. പക്ഷേ ശ്രദ്ധിക്കുക, അതിൽ വെറൈറ്റീസ് വ്യത്യാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വെറൈറ്റീസിൻ്റെ റേറ്റും വ്യത്യാസം ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും നമ്മൾ എടുക്കുന്ന വെറൈറ്റീസും അതിൻ്റെ റേറ്റും എല്ലാം കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വെറൈറ്റീസിൻ്റെയും ഓഫർ റേറ്റ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ആരും കംപ്ലൈൻറ്റ് പറയരുത്. ഞങ്ങൾ കഴിഞ്ഞ വട്ടം മേടിച്ചപ്പോൾ 5700 ആയല്ലോ,
ഇപ്പം നിങ്ങൾ 100 രൂപ കുറച്ചല്ലോ എന്നൊക്കെ. ഓരോ വെറൈറ്റീസിൻ്റെ റേറ്റ് അനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരുമ്പോഴാണ് ടോട്ടൽ എമൗണ്ടിലും കോംബോ റേറ്റിലും എല്ലാം വ്യത്യാസം വരുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു കോംബോയിലാണെങ്കിൽ പോലും എല്ലാ വെറൈറ്റീസും തന്നെ വളരെ റെയർ ആയിട്ടുള്ള വെറൈറ്റീസ് ഒത്തിരി നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 5 വെറൈറ്റീസിൽ തന്നെ 4 വെറൈറ്റീസും വളരെ റെയർ ആയിട്ടുള്ള വെറൈറ്റീസാണ്. നമുക്ക് അധികം നമ്മളുടെ സ്ഥലത്തൊന്നും കിട്ടാത്ത വെറൈറ്റീസും കൂടിയാണ് നമ്മൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ്. അതുപോലെ തന്നെ നമ്മളുടെ പഴയ കോംബോയിലും ഉള്ള കുറേ വെറൈറ്റീസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യെല്ലോ ഡിലൈറ്റ്, കൊച്ചിൻ സൂത്ര, ജയ്പോങ് ഓറഞ്ച് തുടങ്ങിയ വെറൈറ്റീസും ഇതുപോലെ തന്നെ പുതിയ റെയർ വെറൈറ്റീസിൽ പെട്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കാത്തതായിട്ടുള്ളതും ഒത്തിരി പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം ഒരു 45+ വെറൈറ്റീസ് സീഡ്ലിങ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമുക്ക് കൂടുതൽ വെറൈറ്റീസ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നതുകൊണ്ട്. ഏകദേശം 50 വെറൈറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സംശയമായിരിക്കും. എന്നാൽ പോലും നിയർലി 50 വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സീഡ്ലിങ്സ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. എല്ലാ വെറൈറ്റീസും നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തില്ല, കാര്യം ഞാൻ പറഞ്ഞായിരുന്നു സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വെറൈറ്റീസ് നമ്മൾ കാറ്റലോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാറ്റലോഗ് കണ്ട് പ്ലാന്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ വിശേഷങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗിവ് അവേ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഗിവ് അവയുടെ പ്ലാന്റ് എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ ഗിവ് അവയുടെ പ്ലാൻ നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ കാണുന്ന നമ്മളുടെ ന്യൂ കുങ്കുമിൻ്റെ 3 പ്ലാന്റുകളാണ് നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ 3 പേർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ന്യൂ കുങ്കും എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമ്മളുടെ അടുത്ത് നിന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്തവരാണെങ്കിൽ പോലും സീഡ്ലിങ്സ് ആണല്ലോ നമ്മൾ കൂടുതലായിട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ സീഡ്ലിങ്സ് പർച്ചേസ് ചെയ്തവരാണെങ്കിൽ ഇതിൻ്റെ സീഡ്ലിങ്സ് നമ്മൾ സെയിൽ ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ ഈ ഒരു വെറൈറ്റി അധികമൊന്നും നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ എത്താനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് നിങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 പേർക്ക് നമ്മൾ അങ്ങനെയാണ് ഈ ഒരു ഗിവ് അവേയുടെ പ്രൈസ് ഫിക്സ് ചെയ്തേക്കുന്നത്. മൂന്നാമത്തെ ഒരാൾ എന്ന് പറയുന്നത് നമ്മൾ ചാനലിൽ ഏറ്റവും കൂടുതൽ തന്നെ നമ്മൾ ചെയ്യുന്നത് എഗ്ലോണിമ സീഡ്ലിങ്സിൻ്റെ സെയിൽ വീഡിയോയാണ്. എനിക്ക് തോന്നുന്നു ഒരു 1 ഇയറിൽ കൂടുതലായി നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, അതുപോലെ തന്നെ സീഡ്ലിങ്സിൻ്റെ വീഡിയോസും പോസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്തുനിന്ന് പ്ലാന്റ്സ് വാങ്ങി വളർത്തിയിട്ടുള്ള, നമ്മളുടെ അടുത്തുനിന്ന് സീഡ്ലിങ്ങുകൾ വാങ്ങി വളർത്തി നമുക്ക് ഒരുപാട് ആളുകൾ ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്ത് തരാറുണ്ട്. പ്ലാന്റ് ഇങ്ങനെയായി ഇത്രയായി എന്നൊക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ നമ്മളുടെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാന്റിൻ്റെ ഫോട്ടോ നമുക്ക് അയച്ചു തരാം. നമ്മളതൊരു ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ടോ വളരെ പെട്ടെന്ന് തന്നെ, അതായത് അടുത്ത സാറ്റർഡേ വരെയാണ് ഇതിനുള്ള ടൈം എന്ന് പറയുന്നത്. ഇന്ന് സൺഡേ ആണ്, അടുത്ത സാറ്റർഡേ വരെയാണ് നമുക്ക് അയച്ചു തരാനുള്ള ടൈം. അപ്പോൾ നമ്മൾ അടുത്ത സൺഡേ എന്തായാലും ആ ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടി തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ സബ്സ്ക്രൈബേഴ്സ് തന്നെ പറയട്ടെ ആരുടെ പ്ലാന്റുകളാണ്, ആരാണ് ഏറ്റവും മനോഹരമായിട്ട് പ്ലാന്റുകൾ വളർത്തിയിട്ടുള്ളതെന്ന്. ഇത് നമ്മളുടെ പ്ലാന്റുകൾ വാങ്ങി വളർത്തുന്നവർക്ക് വളരെ നല്ല രീതിയിൽ പ്ലാന്റുകൾ പരിചരിച്ച് വളർത്താനുള്ള ഒരു പ്രചോദനം കൂടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാന്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് പ്ലാന്റ്സൊക്കെ പർച്ചേസ് ചെയ്ത് വളർത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ. ഫോട്ടോസ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു തരാം. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മളുടെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്കിൽ കൂടി പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് കൂടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഹാപ്പി ഗാർഡനിങ് ആൻഡ് ബൈ ബൈ.